ഹലോ, നമസ്കാരം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലാട്ടോ. ഇത് നല്ല ഗുഡ് വെതർ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ഇത് പൊന്നപ്പം കയറിയിരിക്കുന്നത് എന്തിനാന്ന് നോക്കി. ഹോഴ്സ് ഇനീഷ്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കളിക്കാൻ. നല്ല കല്ലൊക്കെ ഇട്ട് കുറച്ച് ഏരിയയിൽ. അപ്പോൾ സ്ലൈഡിൽ കയറിക്കൊണ്ടിരിക്കണം. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി. നമ്മൾ താമസിക്കുന്നതിന് കുറച്ച് നീങ്ങി കേട്ടോ. അപ്പോൾ കുറേ വീടുകളുണ്ടല്ലോ മുകളിലൊക്കെ നിറച്ചും. നടുവിലിങ്ങനെ റോഡ്. നല്ല രസമുണ്ട് ഇവിടെ വീടുകൾ കാണാൻ. ഒരു വീട് അവിടുത്തെ കുറേ ഇങ്ങനെ ഇത് സ്ലൈഡ് ചെയ്യേ. അപ്പോൾ സ്ലൈഡ് ചെയ്യാം. നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ലൈഡിങ്. ഇതിങ്ങനെ പിടിച്ച് കയറാം. പിന്നെ ഇത് ഇവിടെ ഇരുന്ന് കളിക്കാം. പല പല കളികൾ എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. ഇങ്ങനെ മണ്ണ് വാരി കളിക്കാം. മണലിട്ടിട്ടുണ്ട്. കോഫി കുളിക്കണ ടേബിളുണ്ട്. ഇതിൽ പടച്ച് കയറാം. ഹായ്. നോ 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 നോട്ട് ഫോളിങ്. നോ യാ യു ഗോ ദിസ് വേ. ചുവ സ്ലൈഡ് എടുക്കണം. നമ്മൾ സിനിമയിലൊക്കെ കാണിച്ച സൈഡിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം, ബാക്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ലണ്ടനിലൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ. കുറച്ച് കൃഷി സ്ഥലം. അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം, കാറ് പാർക്കിങ് കുറച്ച് സ്ഥലങ്ങൾ. കാർ പാർക്കിങ്ങിന് എല്ലാത്തിനും ഒരുമിച്ചായിട്ടാണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ടിൽ ബാക്ക് യാർഡിൽ കുറച്ച് സ്ഥലം, ഓരോ കാര്യങ്ങൾക്കുള്ള സ്ഥലങ്ങൾ. അങ്ങനെ നല്ല രസം. അപ്പോൾ അവരുടെ സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പ്ലാന്റ്സൊക്കെ നടാം, ഒക്കെ ചെയ്യാം. ഇന്നൊരു രസമുണ്ടായി. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ പൂരാനായിട്ട് ഇറങ്ങിയപ്പോൾ 2 പൊളിറ്റ് വന്ന് നിൽക്കണം. അപ്പോൾ കുറേ നേരം വേറൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവരിങ്ങനെ അതിൻ്റെ അപ്പുറത്തേട്ട് റോഡുണ്ടല്ലേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്താണെന്നറിയോ, മുട്ടിക്കൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ കുറച്ച് എന്നിട്ട് പൊന്നപ്പന് പൊളിറ്റിനെ ഹാൻഡ് ഷെയ്ക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പൊന്നപ്പന് ഞാൻ പറഞ്ഞേ പൊന്നപ്പന് ഷെയ്ക്കാൻ. പൊന്നപ്പൻ പിന്നെ ആദ്യം ഞങ്ങളെ കണ്ട് ഹായ് പറഞ്ഞിരുന്നു. ഷെയ്ക്കാൻ്റെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരാൾ 2 കുട്ടികളെ വഴക്ക് പറഞ്ഞെന്ന്. അപ്പോൾ ആ കുട്ടികളുടെ പേരൻസ് പോലീസിനെ വിളിച്ചു. അപ്പോൾ ആ കുട്ടികളോട് സംസാരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ അവരോടത്ത് അവരെ വിളിച്ച് വേറെ ഡോർ വന്ന് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ് നോ. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ കാര്യമെല്ലാം പറഞ്ഞു. മാളിലൊക്കെ സമ്മറൊക്കെ ആയതുകൊണ്ട് ഇതുപോലത്തെ ഡെക്കറേഷനുകളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ വിഷൊക്കെ പ്രമാണിച്ച് ഒന്ന് മാളിലൊക്കെ പോയതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ നല്ല രസമുണ്ട് കാണാനല്ലേ. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തോന്നും പ്ലാസ്റ്റിക് അല്ലാന്ന്. ഒറിജിനൽ പ്ലാന്റ് ചെടിയായിട്ടിരിക്കുന്നത് ഫ്ലവർ മാത്രം. ഇത് സ്ട്രോബെറി സാധനങ്ങൾ ഒറിജിനൽ ഒലിവാണ്. ഒലിവ് ചെറുതായിട്ട് എടുക്കുന്നത്. ഇതിനടുത്ത് തന്നെ നല്ലൊരു കടയുണ്ട്. കടയിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഫ്ലവർ പ്ലാന്റായിട്ട് തന്നെ കൊടുക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച. നമ്മുടെ നാട്ടിലെ സാഫ്രോൺ ഫ്ലവർ അല്ലേ കാശ്മീരിലൊക്കെ, അതുപോലത്തെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ. നല്ല രസം. സമ്മർ ആയതുകൊണ്ട് ഇന്ന് നല്ല ഗുഡ് വെതറാണ്. കണ്ടോ നമ്മുടെ വിഷു കാഴ്ച നിറച്ചിങ്ങനെ നിറഞ്ഞേക്കണം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ കേട്ടോ. നോർവേയിൽ എനിക്ക് എൻ്റെ സൗകര്യത്തിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ വിഷുക്കണി ഒരുക്കി വെച്ചിട്ട് ഉണ്ട്. ഫ്രൂട്ട്സ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം ഫ്രൂട്ട്സും സാധനങ്ങളും വെച്ചിട്ടൊക്കെ വിഷു കണി ഒരുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെനിക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ ഉണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി. ഞാൻ വീഡിയോ പിടിച്ചാണ് കണ്ടിട്ട് പൊന്നപ്പം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഓടി എഴുന്നേറ്റ് വന്നു. പിന്നെ എനിക്കിത് ഞാൻ ഏഷ്യൻ ഷോപ്പിൽ പോയപ്പോൾ 5 തിരിയുള്ള നിലവിളക്ക് കിട്ടി. നിലവിളക്കല്ല, തിരി. നമ്മുടെ കൽവിളക്കില്ലേ ചെറിയതാ ചട്ടി. അപ്പോൾ അതിലൊക്കെ രാവിലെ തെളിയിച്ചു. അങ്ങനെ നമ്മുടെ ഫുഡുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം, അച്ചാർ, ലെമൺ, ജിഞ്ചർ. പിന്നെ എനിക്ക് ഗസ്റ്റ് ഉണ്ട്. ഞാൻ കറികളുണ്ടാക്കി. സാമ്പാർ, അവിയൽ, പൈനാപ്പിൾ പച്ചടി, രസം ഇത്തിരി സ്പൈസിയാണ്, എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. പിന്നെ ബീട്രൂട്ട് തോരൻ, മോര്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഞാൻ കണ്ടുപിടിച്ച കറിയുണ്ട്. മത്തങ്ങ, ക്യാരറ്റ്, തേങ്ങാപ്പാൽ മെഴുക്ക് വരട്ടിയിട്ട്
ഇത് പുളിശ്ശേരി, പപ്പടം, പഴം അപ്പുറത്തുണ്ട്. പിന്നെ അതുകൂടാണ്ട് അച്ചപ്പം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് കുക്കാവണുള്ളൂ കേട്ടോ, 2 പാത്രത്തിൽ. കുറച്ച് എന്ത് ചോറും കൂടി ആവും. അപ്പോൾ ഇതെല്ലാം അങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ വിഷുവിന് സത്യം പറഞ്ഞാൽ, വിഷു എന്നൊക്കെ പറയുമ്പോൾ ഓണം നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അരി സാധനങ്ങളൊക്കെ നിറച്ച് നിറവാണല്ലോ ഉണ്ടാവും. പിന്നെ ഒരു മലയാളിയുടെ വീട്ടിൽ സംബന്ധിച്ച് ഒരു ആഘോഷം വരുമ്പോൾ ചോറ് വയ്ക്കാൻ, അരിയും കറി വയ്ക്കാൻ ഒരു പച്ചക്കറി ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായ വിഷമകരമായ ഒരു ദിവസമായിരിക്കും. അങ്ങനത്തെ ഒരു വിഷു ഉണ്ടായിരുന്നു ജീവിതത്തിൽ. കഴിഞ്ഞ വിഷുവിന് ഒരു വീട്ടിൽ ഒരു മണി അരിയോ ഒരു പച്ചക്കറിയോ ഒന്നുമില്ല. നമ്മൾ എന്തോ കഴിച്ചത് ഞാൻ ഓർക്കണില്ല. ഓട്സോ അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. അത് വേവിച്ച് ജസ്റ്റ് കഴിച്ച്. അപ്പം ഈ ദൈവം എനിക്ക് അനുഗ്രഹിച്ച് ഈ വർഷം വിഷുവിന് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റി. അതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. ഊണ് കഴിക്കാൻ ഞാൻ എടുത്ത എൻ്റെ ഗസ്റ്റ് കുറച്ച് കഴിഞ്ഞവരുള്ളൂ. എനിക്ക് വിശക്കണം. അപ്പം ഞാൻ എൻ്റെ സ്വാമിക്കും ഗണപതിക്കൊക്കെ എടുത്ത് വെച്ച് ഞാനും കഴിക്കട്ടെ. അങ്ങനെ എൻ്റെ ചെറിയ ഇലയായിരുന്നു, ഞാൻ അടിയിലൊരു പ്ലേറ്റ് വെച്ചു. അപ്പോൾ എല്ലാം കുഞ്ഞ ഇലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇലയൊക്കെ ഞാൻ ഗസ്റ്റിന് വേണ്ടി വെച്ചേക്കാണ്. ചിമ്പ് വന്നിരുന്ന് പപ്പടം എടുത്ത് കഴിക്കണം. ശിവായ ഓം നമഃ 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 ശിവായ. That is spicy. Okay. Lemon pickle. Yeah. Yeah. Take little rice and take little curry and mix together. Yeah. This one? Yeah. Everyone. Yeah, everything. Oh, yeah. Oj, kan du få några? Yeah. Oj, en klar. ഫോർക്ക് വെച്ച് പായസം കഴിക്കുന്നത്. Two forks and one spoon. Yeah. സദ്യ കഴിക്കുന്നത് സ്പൂണിലും, പായസം ഫോർക്ക് വെച്ചിട്ട്, പപ്പടം പഴം പായസം. സദ്യ ഈറ്റിംഗ് വിത്ത് ഫോർക്ക്. Yeah, illegal. This is memory. Yeah. So good. Yeah. No, this is too good.